മുടങ്ങാതെ നമ്മളൊരു മന്ത്രം മുടങ്ങിയ പോയി കേട്ടോ, മുടങ്ങാതെ ചെയ്യണം. അപ്പൊ രാമന സിദ്ധി ഉണ്ടാവുകയാണ്. പ്രാപഞ്ചിക ശക്തികളെ മന്ത്രരൂപത്തിൽ അത് ആ സമയത്ത് ജപിച്ച് വീണ്ടും ഉണ്ടാക്കും. അങ്ങനെയാണ് ഈ ശസ്ത്രങ്ങളൊക്കെ, ആയുധങ്ങളൊക്കെ പ്രപഞ്ചത്തിൽ സൂക്ഷ്മമാണ്. അതിനെയാണ് അർജുനൻ, നമ്മൾ മഹാഭാരതത്തിലൊക്കെ സീരിയൽ കണ്ടപ്പോഴില്ല, അർജുനൻ ഇങ്ങനെ കണ്ണടച്ച് ചുണ്ടൊക്കെ ഇങ്ങനെ അപ്പൊ ഒരു സാധനം ടൈം. ഇതിങ്ങനെ വന്നത് നമുക്ക് കളിയാക്കണ്ട. കാരണം പ്രപഞ്ചത്തിലുള്ള ദേവതാഭാവങ്ങളെ മന്ത്രരൂപത്തിൽ ആവാഹിച്ച് വരികയാണ്. ഈ പ്രാപഞ്ചിക ശക്തികളെ നിയന്ത്രിക്കുന്ന നിരവധി പേരുണ്ട്. നമ്മുടെയൊക്കെ ചില വലിയ താപസന്മാർ ഹിമാലയ സാനുക്കളിൽ പോയി അവിടെ അതീന്ദ്രിയ ജ്ഞാനമുള്ള മഹത്തുക്കളെ പറ്റി എഴുതിയ കുറെ ഗ്രന്ഥങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വിശ്വാസം വരുന്നില്ല. നമ്മുടെ ഈ മാംസചക്ഷുസ് കൊണ്ടും നമ്മുടെ ഈ മാംസത്തിൽ മാത്രം ചിന്തിക്കുന്നത് കൊണ്ടും നമ്മുടെ ബുദ്ധി പലപ്പോഴും അതിനെ അംഗീകരിക്കില്ല. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് ജനിച്ച് ജീവിച്ച മഹത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. ഇതുവാകട്ടെ ശ്രീരാമചന്ദ്രനെ സിദ്ധി നേടി. അടുത്തു നോക്കൂ, അന്നത്തെ കാലത്തിൽ കാമവാസന അതൊരു പരിധിയും വിട്ട് ലംഘിച്ച കാലമായിരുന്നു. അന്നത്തെ കാലം ഭരണാധികാരികൾക്കിടയിൽ വന്ന മാറാരോഗം, ഇന്ദ്രിയ നിഗ്രഹം ചെയ്യാത്തവരാണ് എല്ലാവരും. അച്ഛൻ ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത മഹാത്മാവല്ലെങ്കിൽ മക്കൾക്ക് ആ പ്രശ്നം ഉണ്ടാവും. കാണാൻ ഭംഗി ഉണ്ടാവില്ല എന്നൊന്നും പറഞ്ഞതിന് അർത്ഥമില്ല. A+ കിട്ടില്ല എന്ന് നീ പറഞ്ഞതിനൊന്നും അർത്ഥമില്ല. 1 കോടി രൂപ ശമ്പളം അവർക്ക് ഉണ്ടാവില്ല എന്നൊന്നും നീ പറഞ്ഞില്ല. പക്ഷെ അവരുടെ ഉള്ളിലുള്ള ബ്ലഡ് ഉണ്ടല്ലോ, അത് ശരിക്കും അച്ഛന്റെ സ്വഭാവമാണ്. നമുക്ക് ദശരഥനെ അയോധ്യകാണ്ഡത്തിൽ നമ്മൾ നാളെ പരിചയപ്പെടും. വൃദ്ധകാമുകനാണ്. 85-ാമത്തെ വയസ്സിലും അനിയന്ത്രിതമായ കാമാസക്തി അദ്ദേഹത്തെ പിടികൂടിയിട്ടുണ്ട്. 85-ാമത്തെ വയസ്സിൽ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. പക്ഷെ അദ്ദേഹം നല്ലയാളാണ്, നല്ല രാജാവാണ്. സൈന്യം, ഖജനാവ്, പ്രജകളെ പുത്രന്മാരെ പോലെ സ്നേഹിക്കുക, ദേവേന്ദ്രൻ അമരാവതി ഭരിക്കുന്നത് പോലെ ഭരിക്കുക, അതൊക്കെയുണ്ട്. പക്ഷെ സംതിങ് റോങ്. അപ്പൊ രാമൻ അങ്ങനെയായാലോ ഋഷിമാർക്ക് വിഷമമാണ്. അപ്പൊ രാമനിൽ അത് മാറ്റണം. അതിനാണ് കാമാശ്രമവാസം. കാമം എങ്ങനെയൊക്കെയാണ് മനുഷ്യ മനസ്സിൽ ഉണ്ടാകുന്നതെന്നും കാമം മനോഗതമാണെന്നും മനോഗതമായ കാമങ്ങളെ പൂർണ്ണമായും നമ്മൾ ഉപേക്ഷിക്കണം. അത് ഉപേക്ഷിക്കണമെങ്കിൽ ഭഗവത്ഗീതയിലെ ആ വരി മറക്കരുത്. പ്രജഹാതി യഥാകാമാൻ സർവാൻ പാർത്ഥ മനോഗതാൻ. മനോഗതമാണ് ഹേ പാർത്ഥ സർവകാമങ്ങളും. മനോഗതമാണ്. മനസ്സിലാണ് കാമമുള്ളൂ, വ്യക്തിയിൽ കാമമില്ല, കാണുന്ന ഒന്നിലുമില്ല. നമ്മുടെ ഉള്ളിലുള്ള കാമം ഒരു സ്ത്രീയെ പുരുഷനെ കാണുന്ന മാത്രയിൽ പ്രകാശിച്ചു. അല്ലാണ്ട് ഏത് പുരുഷനിലാ കാമമുള്ളത്, ഏത് സ്ത്രീയിലാ കാമമുള്ളത്? ഒന്നിനുമില്ല. എൻ്റെ ഉള്ളിലുള്ളത് അത് കണ്ടപ്പോ, ഞാൻ കണ്ട സിനിമയും വർണ്ണനകളും ഒക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നപ്പോ ഞാൻ അതിലൊരു കൽപ്പനകൾ ഉണ്ടാക്കുകയാണ്. കവിയുടെ നല്ല വരികളൊക്കെ എടുത്ത് ഞാൻ സുന്ദരമായി കൽപ്പിച്ചു. അല്ലേ? ആ പല്ലൊക്കെ കണ്ട ഏതോ സിനിമയിൽ പറഞ്ഞ കണ്ണിന്റെ കാര്യം നീ പറയും വേണ്ട, എന്താ കണ്ണില്ലേ, അല്ല കണ്ണുണ്ട് എന്നൊക്കെ പറയണില്ലേ? കാരണം കണ്ണ്, പല്ല്, ചുണ്ട്, ഇതൊക്കെ കവികൾ വർണ്ണിച്ചു വെച്ചതൊക്കെ നമ്മുടെ ഉള്ളിൽ വരിക, അതൊക്കെയായി കാണുന്നത്. അപ്പൊ കാമം മനോഗതമാണ് രാമ. അപ്പോൾ മനോഗതമായ കാമത്തെ രക്ഷിക്കുവാൻ നീ എന്തൊക്കെ ചെയ്യണം? സത്യത്തിൽ ഇതാണ് കൗമാര വിദ്യാഭ്യാസം. ഏത് വിദ്യാഭ്യാസം? നമ്മളാണെങ്കിലോ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കില്ല. ഇന്നത്തെ കാലത്ത് 9 വയസ്സ് മുതൽ കൗമാരക്കാലമാണ്. 9 വയസ്സ് മുതൽ കുഞ്ഞുങ്ങൾ, പഴയ കാലത്ത് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകണമെങ്കിൽ 13 വയസ്സ് കഴിയണമെന്നുള്ളത് കൊണ്ട് അന്നത്തെ ടീനേജ് 13 ആണ്. പക്ഷെ ഇന്നോ? അതുകൊണ്ട് തന്നെ 9 വയസ്സിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് കൗമാരക്കാലമാണെങ്കിൽ കൗമാര വിദ്യാഭ്യാസം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം.
അതിനുവേണ്ടി വിശ്വാമിത്രൻ ചെയ്ത ആദ്യത്തെ പദ്ധതി കുളിയും തേവാരവുമാണ്. രാവിലെ എഴുന്നേറ്റ് കുളിപ്പിക്കുക, ശരീരത്തെ വൃത്തിയാക്കുക, മനസ്സിനെ വൃത്തിയാക്കുക, മനസ്സിലൊരു നൈർമല്യം ഉണ്ടാകുക, നിർമ്മലമായ മനസ്സോടുകൂടി സരസ്വതി ദേവിയെ ഉപാസിക്കുക. അതിനനുസരിച്ച് മനസ്സിലാണ് സർവകാമങ്ങളെന്നും മനസ്സിനെ ശുദ്ധീകരിക്കുന്ന ആചരണങ്ങളിൽ രാമനെ സ്ഥാപിപ്പിക്കുകയാണ് വിശ്വാമിത്രൻ ചെയ്യുന്നത്. അതിനുവേണ്ടി അന്നത്തെ കാലത്ത് അത്തരത്തിൽ വീണുപോയവരുടെ ചരിതം പറയാം. സ്വന്തം ചരിതം. ആരുടെ? വിശ്വാമിത്രന്റെ ചരിതം. ഞാനുണ്ടല്ലോ രാമ 10 കൊല്ലം തപസ്സിൽ വീണുപോയി മേനകയുടെ പിന്നാലെ നടന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് ഞാൻ ഇത്ര കാലം സമ്പാദിച്ചു വെച്ച തപസ് നഷ്ടപ്പെട്ടു. ഒരു പ്രേമം വന്നാൽ മതി, A+ ഒക്കെ പോയി D+ ആവും. വെറുതെ ഒരു ആകർഷണം വന്നാൽ മതി. മനസ്സിൽ ഏതെങ്കിലും ഒന്നിനെ ഒന്ന് ചേർത്ത് വച്ചാൽ നമ്മുടെ ശരീരവും മനസ്സും നമ്മുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ മാറും. ഭക്ഷണം മാറും, ഉറക്കം മാറും, നമ്മുടെ മൊബൈൽ നോട്ടം മാത്രമായിരിക്കും. ഇത് ഒരാളെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന് പ്രായവ്യത്യാസം ഒന്നുമില്ല. എല്ലാവരും ഇതൊക്കെ സംഭവിക്കും ജീവിതത്തിൽ. അതുകൊണ്ട് രാമ, എന്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചപ്പോൾ ഇനി എനിക്ക് സംഭവിക്കില്ല. അതിനുവേണ്ടി ഞാൻ വലിയ തപസ് ചെയ്തു. രംഭ വന്നപ്പോൾ ആ രംഭയെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതെന്റെ ജീവിതത്തിൽ എന്റെ ജീവിത ലക്ഷ്യമെന്ന ബ്രഹ്മർഷി പദത്തിന് വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവളെ ഞാൻ ശപിച്ച് പാറയാക്കി തീർത്തു. ഇങ്ങനൊരു ശിലാഭൂത്വ രാമായണത്തിലുണ്ട്. അത് അഹല്യയുടെ കാര്യത്തിലല്ല, രംഭയുടെ കാര്യത്തിൽ ഒരു ശിലാഭൂത്വയുണ്ട്. നീ ശിലയായി തീരട്ടെ എന്ന് അവിടെ ഞാൻ വിജയിച്ചു. പ്രലോഭനങ്ങളെ ഞാൻ വിജയിച്ചു, പരീക്ഷണങ്ങളെ ഞാൻ വിജയിച്ചു, എൻ്റെ ക്രോധത്തെ ഞാൻ അടക്കി, ദേഷ്യം എൻ്റെ മനസ്സിൽ ഇപ്പോൾ വരാറില്ല. അപ്പോൾ എനിക്ക് അവസാനം ബ്രഹ്മാവിന് വന്ന് ബ്രഹ്മർഷി പദവി എനിക്ക് തരേണ്ടി വന്നു. ഞാൻ വെറും ഋഷിയായ ഞാൻ, ക്ഷത്രിയനായ ഞാൻ ഋഷിയായി മാറുകയും മഹർഷിയായി മാറുകയും അവിടെ നിന്ന് ബ്രഹ്മർഷി പദത്തിലേക്ക് എനിക്ക് മാറാൻ സാധിച്ചത് എൻ്റെ ഈ തപസ്സാണ്. മനസ്സിനെ നിർമ്മലപ്പെടുത്താൻ കഥ പറഞ്ഞു കൊടുത്തു. ആലോചനയില്ലാതെ ചെയ്യുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതിന് ത്രിശങ്കുവിന്റെ ചരിതം പറഞ്ഞു കൊടുത്തു. പരിശ്രമിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നതിന് ഭഗീരഥന്റെ ചരിതം പറഞ്ഞു കൊടുത്തു. ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാപഞ്ചിക ശക്തികളെ നാം എപ്പോഴും പരിപാലിക്കണം. ഓരോന്നിനും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഗംഗയെ കണ്ടാൽ, നദികളെ കണ്ടാൽ രാമ അമ്മയാണ്, മാതൃത്വമാണ്. നദികൾ നമ്മുടെ പുണ്യമാണ്. തൊഴു രാമ, തൊഴു. രാമൻ എന്തൊക്കെ നദികളെ കാണുമ്പോൾ ഗംഗയെ നമസ്കരിക്കുന്നു, യമുനയെ നമസ്കരിക്കുന്നു, സർവ്വ നദികളെയും നമസ്കരിക്കുന്നു, വൃക്ഷങ്ങളെ നമസ്കരിക്കുന്നു, ഋഷിമാരെ നമസ്കരിക്കുന്നു, സാഷ്ടാംഗം നമസ്കരിക്കേണ്ടവരെ നമസ്കരിക്കുന്നു, ഔഷധങ്ങൾ പഠിപ്പിക്കുന്നു, പ്രകൃതിയെ പഠിപ്പിക്കുന്നു, ദേശഭക്ത കഥകൾ പറഞ്ഞു കൊടുക്കുന്നു, കഥയിലൂടെ സംസ്കാര സംക്രമണം ചെയ്യുന്നു. രാമനെ ഉണ്ടാക്കിയെടുത്തതാണ്, രാമൻ ഉണ്ടായതല്ല. ഒരു സമൂഹത്തിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് അച്ഛനമ്മമാരും സമൂഹത്തിലെ വ്യക്തിത്വങ്ങളും കുഞ്ഞുങ്ങളിൽ കഥകളിലൂടെ, ദേശഭക്തിയിലൂടെ ഈ ഭൂമിയെ, ഈ രാഷ്ട്രത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുകയാണ് രാമന്. 10 ദിവസം, ഈ 10 ദിവസം കൊണ്ട് വന്ന മാറ്റം നോക്കൂ. 10 ദിവസം കൊണ്ട് രാമനിൽ വന്ന പരിവർത്തനം നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തതാ. നമ്മൾ വാൽമീകി രാമായണത്തിൽ ഒന്ന് എഴുതി തയ്യാറാക്കിയാൽ ഒരു 26 ദൈവീക ഗുണങ്ങൾ രാമൻ അറിയാതെ രാമനിൽ വന്നിട്ടുണ്ട്. ഈ ഒരു വീക്ഷണമാണ് നമ്മൾ രാമായണത്തിലെ ഈ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു ഭാഗം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അത് നമ്മൾ നല്ലപോലെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാമന് ഈ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. വിളിച്ചുണർത്തുന്നത് കാമത്തെ സംബന്ധിച്ച്, അവന്റെ വൈയക്തിക സ്വഭാവത്തിൽ നിന്ന് മാറി അവനെ ഒരു സാമാജിക വ്യക്തിത്വമാക്കുവാൻ വേണ്ടി അവനെ പഠിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് അവസാനത്തിൽ രാമന്റെ യാഗരക്ഷ ചെയ്യാൻ വേണ്ടി രാമനെ പ്രാപ്തനാക്കണം. സാക്ഷാൽ മാരീച സുബാഹുക്കളടക്കം രാവണന്റെ അതിശക്തന്മാരായിട്ടുള്ള മായാവികളെ അവൻ നേരിടണം. അപ്പോൾ അതിനു മുൻപ് ഒരു യുദ്ധം കൂടി അവനെ കൊണ്ട് നടത്തിക്കണം. ഇതുവരെ യുദ്ധമൊന്നും നടത്തിച്ചിട്ടില്ല. ആ കോദണ്ഡത്തിൽ ഒരു സായകം ചേർത്ത് വെച്ച് അസ്ത്രമെയ്യാൻ പഠിപ്പിച്ചില്ല. മറിച്ച് ആദ്യം അവനിൽ ദേവഗുണം, ശരീരത്തെ വൃത്തിയാക്കുക, കാമജങ്ങളായ മനസ്സിന് വേണ്ട സംസ്കാരം, ബുദ്ധിക്ക് വേണ്ടത് എല്ലാം 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 കൊടുത്ത് രാമനിൽ ആ ക്ഷാത്രവീര്യം കൂടി ഒന്ന് വർദ്ധിപ്പിക്കണം.
ഇതിനൊരു കാരണമുണ്ട്. അന്നത്തെ കാലത്തെ ക്ഷത്രിയന്മാരെ കുറിച്ച് വിശ്വാമിത്രന് നല്ല ബോധ്യമുണ്ട്. ക്ഷത്രിയന്മാർക്കിടയിൽ വന്നു ചേർന്ന സദ്ഗുണവൈകൃതം, ആ വാക്ക് മറക്കരുത്. ഒറ്റനോട്ടത്തിൽ സദ്ഗുണമാണ്, പക്ഷെ ആ ഗുണം ആ കാലത്തുണ്ടായാൽ രാഷ്ട്രം നശിക്കും. അതായത് ഇപ്പോ നമ്മുടെ നാട് നേരിടുന്ന പല പ്രശ്നങ്ങളുണ്ട്. അതിൽ ഒരു പട്ടാളക്കാരൻ നുഴഞ്ഞു കയറി വരുന്ന മറ്റൊരു രാജ്യത്തിലെ ഒരു ശത്രുവിനെ കാണുമ്പോൾ അയ്യോ പാവം എന്ന് വിചാരിച്ചാൽ ഈ സത്യത്തിൽ ഒരാളെ കൊല്ലാനൊന്നും പാടില്ലല്ലോ, നല്ല ഗുണമല്ലേ? അതെ, പട്ടാളക്കാരനെ സംബന്ധിച്ചോ നല്ല ഗുണമല്ല. ഇതാണ് സദ്ഗുണ വൈകൃതം. ഓരോരുത്തരും അവനവന്റെ ധർമ്മം കാർക്കശ്യത്തോടെ ചെയ്യണം. അന്യന്റെ ധർമ്മത്തിൽ ചാടിക്കയറണ്ട, അന്യന്റെ ധർമ്മവും ചെയ്യണ്ട. പട്ടാളക്കാരൻ വെടിവെച്ചില്ല, ഞാൻ പോയിട്ടൊരു വെടിവെച്ച എന്നെ കൊണ്ട് 2 കയറത് ഇങ്ങനെ ഇട്ടിട്ടൊരു വെല്ലുവിളിക്കും, ഞാനും കൊന്നു ആളും കൊന്നു. അല്ലല്ല, നീ നിന്റെ ധർമ്മം ചെയ്യൂ. ആ ധർമ്മം ചെയ്യാൻ അവിടെ മറ്റുള്ളവരുണ്ട്. ഈ സദ്ഗുണ വൈകൃതം നല്ലപോലെ അന്നത്തെ ക്ഷത്രിയന്മാർക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരി, വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, രാമ, ഒരു ഭരണാധികാരി സ്ത്രീ പുരുഷ ഭേദം ശരീരത്തിന് കൽപ്പിക്കാതെ അധർമ്മകാരികളെ അമർച്ച ചെയ്യണം. 1, ശരിയാണേ. 2, ദാക്ഷിണ്യം പാടില്ല, കാർക്കശ്യമായിരിക്കണം. അവിടെ അഹിംസ പറഞ്ഞ് പലരും മുഖം മൂടി അണിഞ്ഞു വന്നാലും ഈ നാടിന്റെ നെഞ്ചകം തകർക്കുന്നവന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ടകൾ വർഷിക്കുന്നവനാണ് രാമ. അതുകൊണ്ട് ആ വിശാല വക്ഷത്തിലേക്ക് അസ്ത്രമെയ്യൂ എന്ന് പറഞ്ഞത് വിശ്വാമിത്രനാണ്. ഹിംസ്ര ജന്തുക്കളോട് ഒരിക്കലും നീ കോംപ്രമൈസിന് പോവരുത്. അവരോട് ജഹി, കൊല്ലു കൊല്ലു കൊല്ലു, എത്ര പ്രാവശ്യമാണെന്നറിയും വിശ്വാമിത്രൻ പറയുന്നത്. കാരണം രക്ഷാശിക്ഷകൾ ചെയ്യേണ്ട മഹാരാജാവ്, ഭരണാധികാരി മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് തൻ്റെ ധർമ്മത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ആ രാജ്യം മുച്ചൂടെ നശിക്കുമെന്ന് മാത്രമല്ല, പ്രജകളുടെ സ്വത്തിനും ജീവനും വെല്ലുവിളി ഉണ്ടാകും. രാമ, ഒന്ന് വായിച്ചു നോക്കൂ വാൽമീകി രാമായണം. ഈ ഹിംസ്ര ജന്തുക്കളോട്, തീവ്രവാദികളോട് സന്ധി സംഭാഷണമില്ല രാമ. ഇതിനു വേണ്ടിയിട്ടാണ് താടകാവധം ഉള്ളത്. താടകാവധം എഴുതി പഠിക്കണം. ഒരു ഭരണാധികാരി എങ്ങനെയായിരിക്കണമെന്ന് ആ ഭാഗത്ത് പറയുന്നുണ്ട്. താടകയെ കുറിച്ച് 1 വാക്കുകളിലൂടെ താടകയുടെ പൂർണ്ണ ചരിത്രം. താടക ഒരു യക്ഷിണിയാണ്. യക്ഷന്മാർ പൊതുവെ പാവങ്ങളാണ്, ഒരാളെ ഉപദ്രവിക്കില്ല. അപ്പൊ രാമൻ ചോദിക്കുകയാണ്, മഹർഷേ, ഈ യക്ഷവംശത്തിൽ ജനിച്ച സുനന്ദനെ വിവാഹം കഴിച്ച ഈ താടക എങ്ങനെയാണ് ഈ രാക്ഷസ സ്വഭാവം ഉണ്ടായത്? അപ്പൊ പറഞ്ഞു, ആ ചരിതം പറഞ്ഞുതരാം. അങ്ങനെ താടകയുടെ ചരിതം പൂർണ്ണമായിട്ടും പറയുന്നുണ്ട്. അവരുടെ വിവാഹം, താടകയ്ക്കും സുനന്ദനും ഒരു പുത്രനുണ്ടായി. ആ പുത്രനാണ് മാരീചൻ. ഈ സുനന്ദൻ ഇടയ്ക്ക് ഒന്ന് വഴിതെറ്റിപ്പോയി. അങ്ങനെ സാക്ഷാൽ അഗസ്ത്യനെ കൊല്ലാൻ പോയി. അഗസ്ത്യൻ വെറുതെ വിടുവോ? അഗസ്ത്യനെ ശരിയാക്കി കളഞ്ഞു. അമ്മയും മകനും കൂടി ഇദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി തയ്യാറെടുത്തു. 2 പേരെയും ശപിച്ച് ഇങ്ങനെ രാക്ഷസ ഭാവത്തിലേക്ക് മാറ്റിയതാണ് രാമ. ഇപ്പോൾ ഇവൾ ചെയ്യുന്നത് ഇത്രയുള്ളൂ, ഗ്രാമത്തെ, ആ ഗ്രാമത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തി അതിനെ നരകമാക്കി മാറ്റിയവൾ. നിഷ്കണ്ഠം, അതിനെ സമൂഹത്തിന് ജീവിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു സമൂഹത്തെ മൊത്തം വഴിപിഴപ്പിച്ച് കളഞ്ഞവരുടെ പേരാണ് താടക. അവൾ യജ്ഞവിഘ്നകാരിണി, അവൾ ദുർവൃത്ത, അവൾ ദുഷ്ടചാരിണി, അവൾ ഋഷിമാരെ കൊന്നൊടുക്കുന്നവൾ, അവൾ അധർമ്മ്യ, അവൾ പാപപങ്കില, അവൾ പരമദാരുണ, അവൾ ദുഷ്ട, അവളെ കൊല്ലണം. എന്തിനാ ഇത്ര വാക്ക് പറഞ്ഞേ? ഓരോ വാക്കും ഇവന്റെ ഉള്ളിൽ ചലനമുണ്ടാക്കണമെന്ന് വിചാരിച്ചല്ലേ? നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോൾ ഒരു ഡോസ് പറയും, അടുത്തത് ഡോസ് പറയും. ഏതിലെ മാറ്റം വരിക നമുക്കറിയില്ല. ആ മാത്രമല്ല, ഇവൾ കൊല്ലപ്പെടേണ്ടവളാണ് എന്ന് ബോധിപ്പിക്കാനല്ല ഇത്രയും വാക്കുകൾ പറയണത്. ഇദ്ദേഹം ചെയ്ത കുറ്റം
ആ കുറ്റത്തിന് എത്ര വകുപ്പുകളാ ചേർക്കണം? എന്തിന് ഇത്രയും വകുപ്പ് ചേർത്തത്? അക്ഷന്തവ്യമാണ്. ഇനി ഇതില് വാദപ്രതിവാദം തന്നെ വേണ്ട, അപ്പൊ തന്നെ ഷൂട്ട് ചെയ്യണം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ചെയ്തത്. സമൂഹത്തിന്റെ ജീവനും സ്വത്തിനും ആരാണോ കുഴപ്പമുണ്ടാക്കുന്ന അത്തരക്കാരെ ഭൂമിയിൽ വയ്ക്കരുത്. ഇതാ ഭരണാധികാരി. അപ്പോ രാമന്റെ പറച്ചിൽ കേൾക്കണം കേട്ടോ. നമ്മൾ മക്കളെ ഉപദേശിക്കുമ്പോൾ മക്കൾ പറയില്ലേ, അമ്മ ഞാൻ A+ വാങ്ങിക്കോളാം, നമ്മ എന്തിനാ അങ്ങനെയൊക്കെ പറയണത്? എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങൾ ചെയ്യുന്ന കഷ്ടപ്പാടൊക്കെ എനിക്ക് അറിഞ്ഞൂടെ അമ്മ? അമ്മയും അച്ഛനും വളരെ കഷ്ടപ്പെടുന്ന എനിക്ക്, നമുക്ക് നീതിപരം വല്ലതും വേണോ? ധന്യരാമൻ പറഞ്ഞത്, മഹർഷേ അങ്ങയുടെ വാക്ക് ശങ്ക കൂടാതെ ചെയ്യണം, അവിശങ്കയാ കർത്തവ്യം. എൻ്റെ അച്ഛൻ അങ്ങയുടെ കൂടെ എന്നെ പറഞ്ഞു വിടുമ്പോ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് കൗശിക വചനം അവിശങ്കയാ കർത്തവ്യം എന്നാണ്. അങ്ങയുടെ വാക്കുകൾ ഞാൻ കേൾക്കാതിരിക്കുമോ? അതുകൊണ്ട് ഇപ്പൊ ശരിയാക്കാം. രാമൻ തന്റെ കോദണ്ഡത്തിൽ ആ സായകമൊന്ന് പിടിച്ചു വലിച്ച് വലിയ പ്രകമ്പനമുണ്ടാക്കിയപ്പോൾ ആ ശബ്ദം കേട്ടുകൊണ്ട് തീവ്രവാദിനിയായിട്ടുള്ള താടക സമൂഹത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന തരത്തിൽ മരങ്ങളെല്ലാം പിഴുതെറിഞ്ഞ് കൊടുങ്കാറ്റിന്റെ വേഗത്തിൽ ആ താടക എന്ന് പറയുന്ന യക്ഷിണി ഉഗ്രസ്വരൂപിണി രാമന്റെ മുന്നിലേക്ക് അട്ടഹസിച്ചു കൊണ്ടുവരികയാണ്. ഇത്ര നേരം ഇത്ര ഉപദേശം കൊടുത്തിട്ടും 7 മണിയായിട്ട് എഴുന്നേൽക്കാണ്ട് മകൻ കിടക്കുകയാണെങ്കിൽ, ഇത്ര പ്രാവശ്യം അരുത് അരുത് എന്ന് ഭർത്താവിനോട് പറഞ്ഞിട്ടും അദ്ദേഹം ആ മോശം പ്രവൃത്തി ചെയ്തുവെങ്കിൽ, ഭാര്യ ചെയ്തുവെങ്കിൽ, നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ മുഖഭാവം ഏത് രസമായിരിക്കും? നവരസങ്ങളിൽ ശൃംഗാരമായിരിക്കുമോ? അല്ല, പിന്നെ ഏതായിരിക്കും? പുതിയൊരു രസം ഉണ്ടാവും അല്ലേ? ഏതോ സിനിമയിൽ ജഗതി പറഞ്ഞ പോലെ 3 എൻ്റെ വക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ വക ഒരു 3 ഉണ്ടാവും. കാരണം നോക്കൂ, ഇത്രയും ഉപദേശം നമ്മൾ രാമായണം വായിക്കുമ്പോൾ എത്ര പ്രാവശ്യമായി ഈ കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്ത് അപകടമാണ്, നീ ഇത് ചെയ്യൂ. താടക വരുമ്പോ രാമൻ എന്ത് പറഞ്ഞെന്നറിയോ? സ്ത്രീയല്ലേ, കൊല്ലണ്ട. ഈ ഉപദേശമൊക്കെ എവിടെ പോയി? നമ്മളൊക്കെ ആണെങ്കിൽ കാലുകുന്ന് തരിച്ചു കയറും. നമുക്ക് ഇത്ര നേരം പറഞ്ഞിട്ട് നിനക്കൊന്നും ഇത് മനസ്സിലായില്ലേ എന്ന് നമ്മൾ കാർക്കശ്യത്തോടു കൂടി ചോദിക്കും നമ്മൾ. പക്ഷേ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വിശ്വാമിത്രന്. കാരണം വിശ്വാമിത്രൻ രാമനെ അളന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കൂടെ എത്ര കാലം ജീവിച്ചാലും ഒരളവുമില്ല, ഒരു പിടിയില്ല. നമ്മുടെ സ്വഭാവം എന്നും ഒരേപോലെ. ഒരു പ്രശ്നത്തിനോടല്ല, പല പ്രശ്നത്തിനോടും നമ്മുടെ കയ്യിൽ ഒരു പാരസെറ്റമോൾ മാത്രമേ ഉള്ളൂ. ഇതും വെച്ച് എന്നും ഒരേ കാര്യത്തിൽ ഒരേ മോഡൽ യുദ്ധമാണ് നമ്മുടെ വീട്ടിലൊക്കെ. എന്തെങ്കിലും ഒരു തല്ലിനെങ്കിലും ഒരു വ്യത്യസ്തത വേണ്ടേ? എന്നും ഒരേ കാര്യം പറഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. രാമന്റെ മനസ്സ് ആ സദ്ഗുണ വൈകൃതം വിശ്വാമിത്രൻ നേരത്തെ മനസ്സിലാക്കി വെച്ചത് കൊണ്ട് ഒരു പ്രശ്നമില്ല. രാമൻ ലക്ഷ്മണനോട് സ്വകാര്യത്തെ പറഞ്ഞു, ലക്ഷ്മണ സ്ത്രീയാണ്, മൂക്കും ചെവിയും അരിഞ്ഞു കളഞ്ഞു വിടാം. അപ്പോൾ അവൾ അവളുടെ ഈ പാപപങ്കിലമായ പ്രവൃത്തിയിൽ നിന്നൊക്കെ പൊക്കോളും. അവളെ ശരിയുടെ വഴിക്ക് കേട്ടോ, ശരിയുടെ വഴിക്ക്. ഈ തീവ്രവാദികളെ ഉപദേശിച്ച് അതിലും വലിയ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്ത് ഒരു വലിയ കെട്ടിടവും ഉണ്ടാക്കി വൈദ്യശാസ്ത്രത്തിന്റെ ഒരു ബോർഡും വെച്ച് സമൂഹ മനസ്സിൽ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന മനുഷ്യ മനസ്സിന്റെ ആ രസതന്ത്രം പഠിച്ചിട്ടുള്ള കെമിസ്ട്രി ഓഫ് ഹ്യൂമൻ ഹാർട്ട് ബീറ്റ്സ് എന്ന് പറയുന്ന മനുഷ്യനെ മനം മാറ്റി മതം മാറ്റാൻ കഴിവുള്ള മിടുക്കന്മാർ ഒരുമിച്ച് ചേർന്ന് ഈ നാടിന്റെ നെഞ്ചകം തകർക്കുവാൻ വേണ്ടി വെള്ളക്കുപ്പായത്തിനുള്ളിലിരുന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ അവരോട് എന്തിനാണ് സന്ധി സംഭാഷണം? എത്ര പാവങ്ങളാണ് സ്വപ്നങ്ങൾ ബാക്കി വെച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് പോയത്. സ്വന്തം മകളെ, സ്വന്തം മകനെ, സ്വന്തം ഭാര്യയെ ഒന്ന് കാണാൻ പറ്റാതെ എത്രയെത്ര സ്വപ്നങ്ങൾ നെയ്തെടുത്ത് വീട്ടിൽ നിന്നൊരു വൈകുന്നേരം ഞാൻ ഇന്നതും വാങ്ങി വരാം എന്ന് പറഞ്ഞ നമ്മുടെ കുടുംബക്കാർ ഒരു മഹാവിസ്ഫോടനത്തിൽ മരണപ്പെടുമ്പോൾ അത്തരക്കാരെ എന്ത് ചെയ്യണം? വിശ്വാമിത്രൻ പറയാണ്, രാമ ജഹി, കൊല്ലൂ അവളെ. അവൾ
വീണ്ടും പറയുകയാണ്, സംശയിച്ചു നിൽക്കരുത്, അവൾ പാപപങ്കിലയാണ്, യജ്ഞവിഘ്നകാരിണിയാണ്, അവൾ അധർമ്മിയാണ്, അവൾ ഈ സമൂഹത്തിൽ നാശത്തിന്റെ വിത്ത് വിതച്ചവളാണ്. സ്ത്രീയെന്നോ പുരുഷനെന്നോ എന്നും നോക്കാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ നോക്കാതെ രാജാവിന്റെ കർമ്മം ചെയ്യണം രാമ. ഉടനെ ഈ വാക്കുകൾ രാമന്റെ ചെവിയിൽ ചെന്ന് പതിച്ചത് മന്ത്രസമാനമായിരുന്നു. മന്ത്രസമാനമായ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ മിന്നൽ പിണർ ശബ്ദത്തിൽ, ഉഗ്രസ്വരത്തിൽ തന്റെ ചെവിയിൽ പതിച്ച ആ യജ്ഞവിഘ്നകാരിണിയെ, പരമദുഷ്ടയെ, പരമദാരുണയെ കൊല്ലുവാൻ തന്റെ സായകമെടുത്ത് അകർണാന്തം വലിച്ച് ആ രാക്ഷസിയുടെ വിശാലമായ വക്ഷസിലേക്ക് രാമന്റെ സായകം ചൂഴ്ന്നിറങ്ങുകയാണ്. ആ പരമദാരുണ ഒരു മഹാശൃംഗം എങ്ങനെയാണോ പൊടിഞ്ഞു താഴെ വീഴുന്നത്, അതുപോലെ താഴെ വീണു. രാമൻ അതുവരെ ക്ഷത്രിയന്മാർക്ക്, ഭരണാധികാരികൾക്ക്, ഭരിച്ചവർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തവർക്ക്, സ്വജനപക്ഷപാതം ചെയ്യില്ലെന്ന് പറഞ്ഞവർക്ക്, സമൂഹത്തിന്റെ ധനം സമൂഹത്തിനുള്ളതാണ്, എനിക്കുള്ളതല്ല എന്ന സങ്കല്പത്തിൽ ഭരിക്കേണ്ടവർ, പുത്രസമാനേന പ്രജകളെ കാണേണ്ടവർ, അത് ഏതു രാഷ്ട്രീയമാകട്ടെ, എല്ലാവരും എൻ്റെ കുടുംബക്കാരെന്ന ഭാവത്തിൽ, ഉദാത്ത ഭാവത്തിൽ ഭരണം നടത്തേണ്ടവർ ഏകപക്ഷീയമായി ജീവിക്കുമ്പോൾ അവർ അവിടെ ഇരിക്കാൻ യോഗ്യരല്ല. അതുകൊണ്ട് രാമ വധിക്കൂ. രാമൻ കർത്തവ്യം ചെയ്തു. വിശ്വാമിത്ര വചനം രാമന്റെ ഉള്ളിലുണ്ടാക്കിയ പരിവർത്തനം പോലെ നമ്മുടെ ഉള്ളിലും പരിവർത്തനം ഉണ്ടാകണം. നന്മ എവിടെയാണോ ആ നന്മയാണ് സമൂഹത്തിൽ യോഗക്ഷേമങ്ങൾ ഉണ്ടാക്കുന്നത്. യോഗക്ഷേമം മനസ്സിലാക്കണം. കഷ്ടപ്പെട്ട് നാം ധനം ശേഖരിക്കണം. എന്നാൽ കഷ്ടപ്പെട്ട് ശേഖരിച്ച ധനം സംരക്ഷിക്കുക കൂടി വേണം. കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്നത് യോഗം, അതിനെ സംരക്ഷിക്കുന്നത് ക്ഷേമം. യോഗക്ഷേമം വഹാമ്യഹം എന്ന് കൃഷ്ണൻ പറഞ്ഞത് ഭരണാധികാരി ജനങ്ങളുടെ യോഗക്ഷേമങ്ങൾ നോക്കണം. ഇത്രയേ ഉള്ളൂ. ഇത്രയും ഭംഗിയായി നമ്മുടെ പൂർവികരുണ്ട്. നിങ്ങൾ ഭരിക്കാൻ തീരുമാനിക്കുന്നുണ്ടോ, യോഗക്ഷേമം മാത്രം നോക്കിയാൽ മതി. ഇതാണ് അവതാരങ്ങളുടെ ഉദ്ദേശം. അതല്ല, ധർമ്മ സംസ്ഥാപനം കൂടി ചെയ്യണം. അപ്പോൾ അവതാരമായി. രാമൻ കർത്തവ്യങ്ങൾ ചെയ്തപ്പോൾ വിശ്വാമിത്രന്റെ സന്തോഷം, വലിയ കർത്തവ്യം ചെയ്യാൻ ഒരു കുഞ്ഞിനെ തയ്യാറാക്കി വെച്ചു. ആ കുഞ്ഞിന് അന്ന് രാത്രി അവിടെ കിടത്തി ഉറക്കി. രാവിലെ എഴുന്നേറ്റ് രാമന് തൻ്റെ കയ്യിലുള്ള അതുവരെ ലോകത്തിൽ ആർക്കും അറിയാത്ത 55 അസ്ത്രങ്ങൾ കൊടുത്തു. വാൽമീകി എഴുതിയിട്ടുണ്ട്, സർവതും കൊടുത്തു. ദദാമി സർവശ, ഒരു സംശയവുമില്ലാതെ എല്ലാം കൊടുത്തു. നമ്മളൊക്കെ ഒരു 10 ഉറുപ്പിയെങ്കിലും ബാക്കി വയ്ക്കില്ല സ്വന്തം കയ്യില്, അതുമില്ല. ദദാമി സർവശ. രാമ ഇരിക്കട്ടെ നിനക്ക് ഈ 55. അന്നത്തെ കാലത്ത് ഒരാൾക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നോക്കൂ, ഈ അസ്ത്രങ്ങളിൽ ഒന്നാണ് വായവ്യം. ആ യജ്ഞം നശിപ്പിക്കാൻ വന്നവർക്ക്, ആ കൂട്ടാളികൾക്ക് നേരെ രാമൻ ഉപയോഗിച്ചത്. ഇതിലൊന്നാണ് ആഗ്നേയം. സുബാഹുവിനെ കത്തിച്ച് ചാമ്പലാക്കാൻ രാമനെ സഹായിച്ചത് ഈ അസ്ത്രമായിരുന്നു. നമ്മൾ ആരംഭത്തിൽ 12 വയസ്സ് വരെയുള്ള രാമൻ എല്ലാം പഠിച്ചു എന്നാണ് പറഞ്ഞത്. എല്ലാം പഠിച്ചിരുന്നോ? രാമൻ അപ്ഡേറ്റ് ചെയ്യായിരുന്നു. കൊട്ടാരത്തിന്റെ സുഖശീതളിമയിൽ അച്ഛനമ്മമാർ വിളമ്പുന്ന ഭക്ഷണവും വിരിച്ചു തരുന്ന ആ കിടക്കയുടെ മുകളിൽ അവരുടെ പരിലാളനകൾ ഏറ്റ് സുഖമായി ജീവിക്കാൻ രാമൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ രാമന് അത്യാധുനികമായ ഈ പുതിയ കാലത്തിന്റെ ആയുധങ്ങൾ കിട്ടുമായിരുന്നു. അപ്ഡേറ്റ് ചെയ്യുക എന്നത് രാമന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ രാമൻ ഈ 55 അസ്ത്രങ്ങൾ നേടി അന്നത്തെ കാലത്തെ കരുത്തനായി. നമ്മുടെ മക്കളോ, അവർ ഇന്നത്തെ കാലത്തിന്റെ കുഞ്ഞുങ്ങളാണ്. പക്ഷെ അപ്ഡേറ്റ് ചെയ്യുന്നു. അപ്ഡേറ്റ് ചെയ്യണം, നമ്മളും ചെയ്യണം. എല്ലാം പറ്റില്ലെങ്കിലും ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ ആവശ്യമുള്ള പലതും നമ്മുടെ കയ്യിൽ വേണം. ഈ മക്കള് നമ്മളെ പച്ചയ്ക്ക് പറ്റിക്കും.
നമ്മൾ പോലും അറിയില്ല. അങ്ങനെ പറ്റിക്കും. എങ്ങനെ പറ്റിക്കും അത് നമുക്ക് നാളെ നോക്കാം. 2 മിനിറ്റും കൂടിയുണ്ട്. ശ്രീരാമചന്ദ്രന് 55 അസ്ത്രം കൊടുത്തു. 55 അസ്ത്രങ്ങളും സ്വീകരിച്ച രാമൻ ഉടനെ രാമന്റെ ജിജ്ഞാസ, വാൽമീകി രാമായണത്തിലൊരു വിഷയമാണ്. രാമൻ ജിജ്ഞാസുവാണ്. ഒന്നും കിട്ടിയ തൃപ്തിയില്ല. പണമല്ല കേട്ടോ. രാമന് അറിവ് എത്ര കിട്ടുമോ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ രാമൻ. അപ്പൊ രാമൻ ചോദിച്ചു, മഹർഷി ഈ 55 എണ്ണം ഞാൻ പ്രയോഗിച്ചു എന്നിരിക്കട്ടെ, അതെപ്പോഴെങ്കിലും തിരിച്ചു പിടിക്കേണ്ട സ്ഥിതി വരില്ലേ? അപ്പോൾ ആ അസ്ത്രത്തെ സംഹരിക്കണ്ടേ? സംഹാര പ്രയോഗം വേണ്ടേ? വേണം. അപ്പൊ അത് തരണ്ടേ? ഓഹാ, വീണ്ടും 55 എണ്ണം. നോക്കൂ, ഈ കിട്ടിയ 110 എണ്ണവും ലക്ഷ്മണനെ വിളിച്ചിട്ട് രാമൻ പറഞ്ഞു, ലക്ഷ്മണ വാ. ലക്ഷ്മണനെ പഠിപ്പിച്ചു കൊടുത്തു. കൃഷ്ണൻ മാത്രമല്ല ഷെയർ ചെയ്യുന്ന സ്വഭാവം രാമനും ഉണ്ട്. നമുക്കുണ്ടോ? മക്കൾക്കുണ്ടോ? ഒക്കെ എനിക്ക് മോശം കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് അതിപ്പോ ഉണ്ട്. പത്രം എടുത്താൽ കേൾക്കാം, കാണാം. നോക്കൂ, നന്മകൾ വാരി വിതറി സമൂഹത്തിന് ഷെയർ ചെയ്യണ്ടേ? നന്മകൾ കൊടുക്കണ്ടേ? രാമൻ പഠിപ്പിച്ച് അന്ന് ഇവിടെയാണ് നമ്മൾ വീണ്ടും മനസ്സിലാക്കുക എന്തിനാണ് വിശ്വാമിത്രൻ ഈ 55 അസ്ത്രങ്ങൾ കൊടുക്കാൻ സരയൂ നദിയുടെ മണൽത്തിട്ടയിൽ അന്ന് രാമനെ വിളിച്ചുണർത്തിയപ്പോൾ ബലയും അതിബലയും കൊടുത്തപ്പോൾ എന്തുകൊണ്ട് അന്ന് കൊടുത്തില്ല? എന്തിനാണ് 3 ദിവസം കാത്തിരുന്നത്? ഇവിടെയാണ് രാമൻ യോഗ്യനാണോ എന്നറിയണം. വിദ്യാർപ്പണം പാത്രമറിഞ്ഞു വേണം, വെറുതെ കൊടുക്കാൻ പറ്റില്ല. കാരണം പൂർവകാലത്തിലെ ക്ഷത്രിയനായ വിശ്വാമിത്രന് ക്ഷത്രിയന്മാരുടെ സ്വഭാവം അറിയാം. മാത്രമല്ല ഇവൻ ഇതിനൊക്കെ യോഗ്യനാണോ എന്ന് 3 ദിവസം പരീക്ഷിക്കുകയാണ്. അവനോട് നിലത്ത് കിടക്കാൻ പറഞ്ഞപ്പോൾ കിടന്നു. അപ്പോൾ ഈ കുഞ്ഞിന് മടിയുണ്ടോ? താല്പര്യക്കുറവുണ്ടോ? ബോറടിക്കുന്നുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒന്ന് ബോറടിയും. ഭയങ്കര ബോറിംഗ് അത്ര. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബോറിംഗ് ആണ്. രാമൻ അങ്ങനെയുണ്ടോ? രാമന്റെ എല്ലാം ശ്രദ്ധിക്കുകയാണ്. എല്ലാം ശ്രദ്ധിച്ചപ്പോ മനസ്സിലായി ഇവൻ നല്ല കുഞ്ഞാണ്, ഇവൻ ഇനി എല്ലാം കൊടുക്കാം. അങ്ങനെ സർവസജ്ജനാക്കി. എന്നിട്ടാണ് ഫൈനൽ ഇയർ ആനുവൽ എക്സാമിന് ഈ നീറ്റൊക്കെ എഴുതാൻ വിടുന്നതേ. സർവ്വതും കഴിഞ്ഞതിന് ശേഷം വിടുന്നേ. അപ്പൊ യാഗരക്ഷയ്ക്ക് തയ്യാറായപ്പോ യാഗം സമംഗളം, യാഗം അവസാനിച്ചു. 10 ദിവസം കൊണ്ട് ഒരു രാമൻ ഉണ്ടാവുകയാണ്. 10 വർഷം കൊണ്ട് നമുക്ക് ഒരു നരൻ നാരായണനായി എങ്കിൽ ഒരു നാരിക്ക് നാരായണിയാകാനും പറ്റും. രാമായണത്തെ നമ്മൾ വേണ്ട രീതിയിലൊന്ന് വായിക്കണം, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നാളെ 25, ഇപ്പോ 13 വയസ്സുള്ള രാമനാണ്. നാളെ 25 വയസ്സ് മുതലുള്ള രാമനെ, ഇതുവരെ വൈയക്തിക രാമനെ സാമാജിക രാമനാക്കി. മനസ്സിലാക്കണേ. ഇനി ഈ രാമന് വിവാഹം കഴിച്ചാലും പ്രശ്നമില്ല, അവന് ജീവിക്കാൻ അറിയാം. അവന് വേണ്ട എല്ലാം പറഞ്ഞു കൊടുത്തു. ഈ അഹല്യയുടെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അതാ പറയണത്, ഈ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ ജീവിക്കുന്നവർക്ക് വരുന്ന പദഭ്രംശമാണ് അഹല്യ. തപസ് നഷ്ടപ്പെട്ടാൽ, സാധന നഷ്ടപ്പെട്ടാൽ, മന്ത്രജപം നാമജപം നഷ്ടപ്പെട്ടാൽ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇന്ദ്രിയങ്ങൾ ഉണരുമെന്നും ആ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രനെ വന്നാലും കൈനീട്ടി സ്വീകരിക്കുമെന്നും അഹല്യ പഠിപ്പിച്ചപ്പോ രാമൻ പറഞ്ഞു, രാമ നീ ഒരു ഉത്തമോത്തമനാണ്, നിനക്ക് ഇത്തരത്തിലുള്ള അപജയം വരരുത്. അതെന്നെ ഉദ്ദേശം. അല്ലെങ്കിൽ എന്തിനാ അഹല്യയുടെ കാര്യം പറയുന്നേ? സമൂഹത്തിൽ എല്ലാവർക്കും ഈ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട്. രേണുകയ്ക്ക് പണ്ട് ഈ പ്രശ്നം പറ്റിയിരുന്നു. രേണുകയെ അതിനൊക്കെ വഴി എന്താ? ഗൗതമൻ വഴി കൊടുത്തിരുന്നു, നാമം ചൊല്ലിക്കോളൂ, ഞാൻ കുറെ കാലം കഴിഞ്ഞിട്ട് വരാം, അന്ന് ഞാൻ വരുമ്പോൾ നീ പരിപൂതയാകും. മന്ത്രം പറഞ്ഞു കൊടുത്ത് ഇരുട്ട് മുറിയിൽ എന്തൊരു തപസ്സാ അമ്മ ചെയ്തത്. തെറ്റ് ചെയ്തു, എന്ത് ചെയ്യാൻ പറ്റും? സഹജമായി തപസ് നഷ്ടപ്പെട്ടാൽ, ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ ആരും തെറ്റിൽ പോകും.
ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതും പറഞ്ഞത് കരയാൻ പറ്റുമോ? മുന്നോട്ട് പോകണം, തപസ് ചെയ്യണം, നാമം ജപിക്കണം, സാധന അനുഷ്ഠിക്കണം. ആ തപസ്സിൽ നിന്ന് വീണ്ടും ഒരു പുനർജീവനം ഉണ്ടാകണം. അങ്ങനെ പുനർജീവിച്ച അഹല്യയുടെ കഥ പറഞ്ഞ് രാമനെ വിവാഹാനന്തരം നീ എങ്ങനെ ജീവിക്കണം എന്നുള്ള കഥ കൂടി പറഞ്ഞിട്ടാണ് വിവാഹം കഴിപ്പിച്ചത്. ശരി, 8:47 ആയതുകൊണ്ട് നമുക്ക് രാമായണത്തിലെ ആദ്യത്തെ ഒരു ഭാഗം നാളെ തൊട്ട് കുടുംബരാമനാണ് ഇനി കേൾക്കാൻ പോകുന്നത്. കൗടുംബിക നയമാണ്, ഇതൊക്കെ വൈയക്തികമാണ്. ഇനി കുടുംബ നയമാണ്. കുടുംബത്തിലുള്ള എല്ലാ പ്രശ്നവും അവിടെയുണ്ട്. അമ്മായി അമ്മയുണ്ട്, അമ്മായി അച്ഛനുണ്ട്, മരുമകളുണ്ട്, പരദൂഷണ കമ്മിറ്റി ഉണ്ട്, എത്തി നോക്കുന്നവരുണ്ട്, ഈ കൂട്ടം കൂടി മതം മാറ്റുന്നവരുണ്ട്. എല്ലാ പ്രശ്നങ്ങളും അവിടെയുണ്ട്. അത് നാളെ നമുക്ക് പരിചയപ്പെടാം. എന്ന് കേട്ടിരുന്ന എല്ലാവരും ഈ കേട്ടതിനെ ഒന്നുകൂടി ആലോചിക്കണം. പല നിരുപ്പുതറയിൽ നിന്ന് രാമായണം ഒന്ന് പഠിക്കണം. രാമായണം അത്ര സുന്ദരമാണ്. വാൽമീകി രാമായണം കൂടുതൽ പഠിക്കാൻ നമുക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ച് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.